വിവിധ ശ്രേണിയിൽപ്പെട്ടവർക്ക് വിവിധ മത്സരങ്ങൾ കൂടി ഒരുക്കിയതായിരുന്നു ഹലാജിദ. കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ബാച്ചിലേഴ്സിനും കുടുംബങ്ങൾക്കുമെല്ലാം അതിനകത്ത് ഇടമുണ്ടായിരുന്നു. അവരുടെയെല്ലാം സംഗമഭൂമി കൂടിയായി ഹലാജിദ മാറി. നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരം വൈവിധ്യമാർന്ന പരിപാടികൾ ഹലാജിദ്ദയിൽ ഒരുക്കിയിരുന്നു. ഒപ്പം വിവിധ കലാ സാംസ്കാരിക പരിപാടികളും. കലോത്സവത്തിന് സമാനമായി ഒരേ സമയം വിവിധ വേദികളിലായി പരിപാടികൾ നടക്കുന്ന വിധത്തിലായിരുന്നു ഹലാജിദ്ദ. കൈമുട്ടിപ്പാട്ടും വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും സ്റ്റേജുകളിലെത്തി. നാട്ടിലെ കലോത്സവത്തിന് സമാനമായ അന്തരീക്ഷം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ. ഞങ്ങൾ വിചാരിച്ചു ഒരു സ്റ്റേജേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു. പല സ്റ്റേജിൽ ഡിഫറെന്റ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ് പ്രോഗ്രാമാണ്. വൈവിധ്യങ്ങളുടെ ആഘോഷമായിരുന്നു ഹലാജിദ്ദയിലെ വേദികളിലെല്ലാം. നഗരിയിൽ കാണികളെ കൂടുതൽ ആവേശത്തിലാക്കിയതായിരുന്നു വടംവലി മത്സരം. കനിവ് റിയാദാണ് മത്സരത്തിൽ വിജയികളായത്. ഹലാജിദ്ദയിലെ പ്രധാന ആകർഷണമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആശാൻ ഇവാൻ പങ്കെടുത്ത സോക്കർ ഷൂട്ടൌട്ട് മത്സരം. ജിദ്ദയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ലബ്ബുകളാണ് ഇതിൽ പങ്കെടുത്തത്. വിവിധ കായിക പരിപാടികൾ കൊണ്ടും വൈവിധ്യം നിറഞ്ഞതായിരുന്നു ഹലാജിദ്ദ. ഉഷാറാണ് മത്സരം, പരിപാടിയും സംഘാടനമൊക്കെ നല്ല ഉഷാറാണ്. നമ്മളിപ്പോൾ ഒരു 10-15 വർഷത്തോളമായി ഇവിടെ ഈ ഫീൽഡിലുണ്ട്. ഇതുവരെ അങ്ങനത്തെ ഒരു ക്രൗഡിലൊരു മത്സരം ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. നല്ല 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 സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. വൈബ് നല്ല വൈബാണ്. ജിദ്ദയിൽ ആദ്യമായിട്ടാണ് ജിദ്ദയ്ക്ക് ഒരു പരിപാടിക്ക് വരുന്നത്. റിയാദിലാണ്. കുഴപ്പമില്ല, നല്ല നല്ല പരിപാടി. ഹലാജിദ്ദയിലെത്തിയ കുടുംബങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്നു കിഡ്സ് സോൺ. കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. 3rd പ്രൈസ് കിട്ടി. നല്ലായിരുന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. നല്ല ഇഷ്ടമായി. കാരണം എപ്പോഴും ഞാൻ ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായി. കുറേ നല്ല രസമുള്ള ടോപ്പിക്കും ഡ്രോയിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. നാട്ടിലെ പൂരപ്പറമ്പിന് സമാനമായ രീതിയിൽ വിവിധ മത്സരങ്ങൾ. എല്ലാത്തിലും സൗജന്യമായി പങ്കെടുത്ത കുട്ടികൾ സമ്മാനവും സ്വന്തമാക്കി. കുട്ടികൾക്ക് വാർത്ത വായിക്കാൻ UR ഓൺ എയർ, സംഗീത മത്സരം, തത്സമയ മത്സരങ്ങൾ, ജൂനിയർ ഷെഫ് മത്സരങ്ങളും ഹലാജിദ്ദയെ കളറാക്കി. ഭക്ഷണങ്ങളുടെ വൈവിധ്യം കൊണ്ടും വൻ ജനാവലിയെ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഹലാജിദ്ദയിലെ ഫുഡ് സ്ട്രീറ്റ്. ഉപ്പിലിട്ടതും കടലയും ഗ്രില്ലും ഉൾപ്പെടെ വേണ്ടതെല്ലാം നിറഞ്ഞ മിഠായി തെരുവ്. ഹലാജിദ്ദയിലെ കാഴ്ചക്കാരുടെ പ്രിയ ഇടമായി ഇവിടം മാറി. ഫലത്തിൽ നാടിന്റെ അനുഭവം നൽകാനുള്ള ശ്രമം. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. മീഡിയ വണ്ണിന്റെ ഈ പ്രോഗ്രാം വളരെ നന്നായി നടക്കുന്നുണ്ട്. നാട്ടിൽ ചെന്ന പോലെ, ഒരു പൂരപ്പറമ്പിൽ ചെന്ന പോലെ നല്ല ഫീൽ ഉണ്ടായിരുന്നു.
നമ്മളെ നാട്ടിലെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സ്റ്റാൾ ഇവിടെ ഇടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. കലോത്സവത്തിനും ഉത്സവത്തിനൊക്കെ പോകുന്ന പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്, അടിപൊളിയുണ്ട്, ഉത്സവ പ്രതീതിയുണ്ട്. മലയാളികൾക്കൊരു ഡിഫറെൻ്റ് ആണ്. 3 കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പ്രൈസ് കിട്ടി. അപ്പോൾ അതൊക്കെ ആയിട്ട് സന്തോഷം, വളരെ ഹാപ്പി. നല്ലൊരു ഉത്സവ പ്രതീതിയുണ്ട്, നല്ല രസമുണ്ട്. എന്താ പറയുക, പരിപാടി നല്ല സൂപ്പറായിരുന്നു. കുറേ ഗെയിംസ് ഒക്കെ കളിച്ച് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷ നാട്ടിൽ കാണുന്ന ആ ഒരു എന്താ പറയുക, നമ്മൾ കാർണിവലിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു ഇതന്നെ. അത് പ്രവാസികൾക്ക് സമ്മാനിച്ചത് മികച്ച അനുഭൂതിയാണ്. നിറഞ്ഞ തെരുവ് പോലെയായിരുന്നു ഹലാ ജിദ്ദയിലേക്കുള്ള വഴികൾ. പകലും രാവും അത് നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു.